നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം, അവിടെ ഹിജാബ് തന്നെ നിരോധിച്ചിരിക്കുന്നു. മറ്റു പല ആഘോഷങ്ങൾക്കും മുസ്ലിം അനുഷ്ഠാനങ്ങൾക്കും വിലക്കും ഏർപ്പെടുത്തി. ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന മുൻ സോവിയറ്റ് രാജ്യം കൂടിയായിട്ടുള്ള തജക്കിസ്ഥാനിലാണ് ഇങ്ങനെയൊരു വിചിത്ര നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഹിജാബും അതുപോലെ കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങളുമാണ് സർക്കാർ ഇവിടെ വിലക്കേർപ്പെടുത്തിയത്, നിരോധിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉപരിസഭയായ മസ്ജിസി മില്ലിയാണ് നേരത്തെ അധോസഭ അംഗീകരിച്ച നിയമഭേദഗതിക്കുള്ള അംഗീകാരം ഇപ്പോൾ പ്രാബല്യത്തിൽ നൽകിയത്. തജക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമോമോലി റഹ്മോൻ ഇതടക്കം 35 നിയമങ്ങൾ അംഗീകരിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്യഗ്രഹ വസ്ത്രങ്ങളെന്ന് വിശേഷിപ്പിച്ചാണ് ഈ ബില്ല് ഹിജാബ് നിരോധിച്ചതെന്നും തജക്കിസ്ഥാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തജക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി പുതിയൊരു രാജ്യമായി പരിണമിച്ചത്. 90% മുസ്ലിങ്ങളാണ് ഈ രാജ്യത്ത് അധിവസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആദ്യം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 8-ാം തീയതിയായിരുന്നു തജക്കിസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം അധോസഭ ശരിവച്ചത്. പിന്നാലെ ജൂൺ 19-ന് നിയമഭേദഗതി ഉപരിസഭയായ മജ്ലിസി മില്ലിയുടെ മുന്നിലെത്തി. പിന്നീട് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമഭേദഗതിയും പാസാക്കി. അതോടൊപ്പം 2 പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈദി ആഘോഷമെന്നതും നിരോധനം ഏർപ്പെടുത്തി. ഈദി ആഘോഷമെന്ന് പറയുന്നത് കുട്ടികൾ തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി മുതിർന്നവരെ ആശീർവദിക്കുകയും പകരമായി ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ആഘോഷമാണിത്. ഇതുപോലുള്ള 35ഓളം നിയമ ഭേദഗതികൾ പാർലമെന്റ് ഇങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്, പാസാക്കിയിട്ടുണ്ട്. പുതിയ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമങ്ങൾ ലംഘിച്ചാൽ കടുത്ത പിഴയാണ് ശിക്ഷയായി ചുമത്തുന്നത്. അതും പല രീതിയിൽ തന്നെയാണ്. ഇനി വ്യക്തികളാണ് ഈ നിയമം ലംഘിക്കുന്നതെങ്കിൽ 7,920 സുമേനിയാണ് പിഴയായി നൽകേണ്ടത്, അതായത് 62,398 രൂപ. കമ്പനികളാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിലധികം രൂപയാണ് പിഴയായി ഈടാക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരും മതനേതാക്കളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അതിൽ കൂടുതലാണ് പിഴ നൽകേണ്ടി വരുന്നത്, ഏകദേശം 4,15 ലക്ഷം രൂപ. ഇനി മത നേതാക്കന്മാരാണെങ്കിലും 4.5 ലക്ഷത്തിന് മുകളിലായിരിക്കും പിഴ ഒടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള പിഴ സ്ലാബുകൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2007-ലാണ് തജക്കിസ്ഥാൻ ആദ്യമായി ഹിജാബ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അന്ന് ഇസ്ലാമിക പാർട്ടികൾ ശക്തമായ വിമർശനം ഉന്നയിച്ചെങ്കിലും സർക്കാർ അതിനെ അടിച്ചമർത്തി ശേഷമാണ് നിയമ നിർമ്മാണത്തിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.